ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ബർത്ത്ഡേ ബ്ലോഗ് വീഡിയോ ആണ്. ഇന്ന് ചേച്ചിയുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ നമുക്ക് എന്തായാലും ബർത്ത്ഡേ പാർട്ടിക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പോയി ഒരുങ്ങിയിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇതാ ഞാൻ മാക്സിന്ന് എടുത്ത കുർത്തിയാണ്. നല്ലൊരു പാർട്ടി വെയർ ആട്ടോ, നല്ല പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത്. ഞാൻ ശരിക്കും ഈ വീഡിയോ പാർട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം രാത്രി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈകിട്ട് പോയത് ഓട്ടോയിലായിരുന്നു. കാരണം കേക്ക് കൊണ്ടുപോകേണ്ടത് നമ്മളായിരുന്നു. സോ ഓട്ടോയ്ക്ക് പോകാമെന്ന് കരുതി. അപ്പം കേക്ക് ഹട്ടിലാണ് കേക്ക് ഓർഡർ ചെയ്തിരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കേക്ക് ഹട്ടിൽ ചെന്ന് കേക്കൊക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ കേക്ക് അവിടെ നിന്ന് എടുത്തു കേട്ടോ. ബോയ് ആയതുകൊണ്ട് തന്നെ ബ്ലൂ തീമിലുള്ള വാഞ്ചോ ഫ്ലേവറിലുള്ള ഒരു കേക്കിനായിരുന്നു നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത്. എന്തെങ്കിലും കേക്ക് സൂപ്പറായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേക്കിൻ്റെ വ്യൂ. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. ക്രൂസിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യാനായിരുന്നു കേട്ടോ പ്ലാൻ. അങ്ങനെ നമ്മൾ ക്രൂസിലേക്ക് കയറുന്ന എൻട്രി എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പെട്ടെന്നൊരു മഴ വന്നു. സോ നമ്മൾ ഓടി കയറുമായിരുന്നു. ആ വെള്ളത്തിലേക്ക് നോക്കിയാൽ അറിയാം മഴത്തുള്ളികൾ വീഴുന്നത്. അങ്ങനെ കുറച്ച് മഴയൊക്കെ നനഞ്ഞ് നമ്മൾ ക്രൂസിനുള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇതാണ് മുകളിലത്തെ ഏരിയ. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ, പബ്ലിക് ഏരിയ പോലെയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. സൂപ്പർ വ്യൂ ആയിരുന്നു. ക്രൂസ് മൂവ് ആയിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മളുടെ ഏരിയ. നമ്മുടെ ഏരിയയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബലൂണൊക്കെ വെച്ച്. അങ്ങനെ എല്ലാവരും എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 5:30ക്കാണ് ക്രൂസ് മൂവ് ആവുന്നത്. അതിനു മുമ്പ് തന്നെ എല്ലാവരും എത്തി കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തി, പാട്ടൊക്കെ ഇട്ട് നല്ല വൈബിലായിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മളെല്ലാവരും സെറ്റിൽഡ് ആയി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു കേട്ടോ. ടെൻഡർ കോക്കനട്ട് മിൽക്കാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നത്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല മധുരമായിരുന്നു. പെട്ടെന്ന് ചകിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 5:30 കൂടി തന്നെ ക്രൂസ് മൂവായി. അപ്പോൾ തന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു കേട്ടോ. കാരണം ഫ്രീസർ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേക്ക് മെൽറ്റായാലും നല്ലൊരു പേടിയുണ്ടായിരുന്നു. സോ അങ്ങനെ കിട്ടുവിന് 1 വയസ്സായിരിക്കും കേട്ടോ. അങ്ങനെ കടലിൻ്റെ നടുവിൽ വെച്ച് നമ്മുടെ കിട്ടൂസ് കേക്ക് കട്ട് ചെയ്തു. നിവിൻ കേട്ടോ ഒറിജിനൽ നെയിം. കിട്ടുവാണ്. ഇത്രയും പേര് ഒരുമിച്ച് കണ്ടിട്ട് യാതൊരു ചിരിയില്ല, എക്സ്പ്രഷനും ഇല്ല കേട്ടോ. കിട്ടു ശരിക്കും എന്താണ് പേടിച്ച് പോയി, എന്താണെന്നറിയില്ല. കിട്ടപ്പൻ ചിരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും നേരെ മുകളിലേക്ക് പോയിട്ടോ. അപ്പം മുകളിൽ വേറെ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അപ്പം മുകളിൽ നിന്നായിരിക്കും നമുക്ക് വ്യൂ കാണാൻ സൂപ്പർ. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ചെറിയൊരു മഴക്കാറും ശാന്തമായ കടലും നല്ല തണുത്ത കാറ്റും സൂപ്പറായിരുന്നു. നറുവെള്ളിത്തിങ്കൾ നാളമായിടാ മഴ തുള്ളിച്ചാടും പോങ്കിനാവിലേ. പിന്നെയും കാണാൻ കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ചരക്ക് കപ്പലുകൾ ഒരുപാട് കണ്ടു. പിന്നെ പെട്രോളിങ്ങിന് പോകുന്ന കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ, പിന്നെ വള്ളത്തിൽ കുറേ ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കൊച്ചി ജനിച്ച് വളർന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും കാഴ്ചകളായിരിക്കില്ല. അവർ ഇത് ഡെയിലി കാണുന്നതാണല്ലോ. പക്ഷേ എന്നെപ്പോലെ പുറത്തുനിന്ന് വന്നവർക്ക് ഇതൊക്കെ എന്തായാലും കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ക്രൂസിൽ 2ാമത്തെ തവണയാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്കെന്തായാലും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഈ ട്രാവൽ കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മറൈൻ ഡ്രൈവ്, വല്ലാർപാടം, വില്ലിംഗ്ടൺ ഐലൻഡ്, മട്ടാഞ്ചേരി എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡാണ് നമ്മുടെ ഫസ്റ്റ് മാൻമെയ്ഡ് ഐലൻഡ്. റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്നൊരു എഞ്ചിനീയറാട്ടോ അത് നിർമ്മിച്ചത്. ഇതുമാണ് നമ്മുടെ ഫസ്റ്റ് എയർപോർട്ട്. അതിനുശേഷമാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ വന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ബുദ്ധിയാണ്. നോ, നെവർ. ഇതൊക്കെ നമുക്ക് ക്രൂസിൽ തന്നെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാ കേട്ടോ. ഞാനിപ്പോൾ വെറുതെ ഒരു ഷോയ്ക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി പഠിച്ചു വെച്ചതാണ്. ആരെങ്കിലൊക്കെ വിചാരിച്ചോട്ടെ ഞാനൊരു ബുജ്ജിയാണെന്ന്. സോ അങ്ങനെ പിന്നെ എന്താണ്, ഗൈഡ് മാത്രമായിരുന്നു കേട്ടോ. നമുക്ക് പാട്ടൊക്കെ പാടിത്തരാനും പിന്നെ മാജിക് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് 1 മിനിറ്റ് പോലും ബോറടിക്കില്ല കേട്ടോ. ആ രീതിക്കാണ് നമ്മൾ അവരെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരുന്നത്. ക്രൂസിലെ എല്ലാ മെമ്പേഴ്സും അതിന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേട്ട് ഈ കാഴ്ചയൊക്കെ കണ്ടുപോകാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ ക്രൂസ് ടെർമിനൽ. ഇത് നല്ല വ്യൂ ആട്ടോ. ഈ ടെർമിനലല്ല ഇത്. അതായത് ആ സമയത്ത് മഴക്കാരൊക്കെ മാറി ആകാശം നല്ല നീല നിറത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷാഡോ അടിച്ചിട്ട് വെള്ളവും നല്ല നീല നിറത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ വ്യൂ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ്. ഇതും ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ നേരിൽ കാണുന്നത്. ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്ര അടുത്ത് നേരിൽ കാണുന്നതും ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോയി. പിന്നെ മാജിക് ഷോ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ചിറകി
പിന്നെ കടലിൽ വെച്ച് കണ്ട ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഞാൻ സൗണ്ട് കേട്ട് നോക്കിയതാണ്. ദേ അപ്പം വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ആ സൈഡിൽ നിന്ന് മഴ ഇങ്ങനെ ഇരച്ചു വരുന്നുണ്ട്. ആ മൂടി കിടക്കുന്നത് മഴയാണ് കേട്ടോ. ദേ വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ടോ. ഇപ്പോഴാണ് നമ്മുടെ അടുത്ത് മഴ എത്തിയത്. കടലിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മഴത്തുള്ളികൾ വീഴുന്ന കാണാനും നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ദേ മഴ നല്ല ശക്തിയായിട്ട് പെയ്തു തുടങ്ങി കേട്ടോ. കടലിൻ്റെ നടുവിൽ വെച്ച് മഴ പെയ്യുന്നത് ഒരു പ്രത്യേക ഫീൽ കേട്ടോ. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫീല്. അങ്ങനെ മഴയും പാട്ടും ഡാൻസും മാജിക് ഷോയും എല്ലാം കഴിഞ്ഞു ഒരു 7-7:30 ആയപ്പോഴേക്കിനും നമ്മളെല്ലാവരും താഴെ ഹാളിലേക്ക് എത്തി കേട്ടോ. കാരണം DJ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. സോ എല്ലാവരും താഴേക്ക് എത്തി. അങ്ങനെ എല്ലാവരും താഴെ എത്തി ഒന്ന് സെറ്റിൽഡ് ആയപ്പോഴേക്കിനും DJ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു മടിയും ചമ്മലൊക്കെ ആയിരുന്നു. പിന്നെ പാട്ട് കേട്ടിട്ടാണോ അതോ എല്ലാവരും ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടാണോ എന്നറിയത്തില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കിനും എല്ലാവരും നല്ല വൈബിലായിട്ടോ. DJ ഒക്കെ കഴിഞ്ഞ് ഒരു 8 മണിയോടുകൂടി തന്നെ നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടോ. ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിരുന്നത് ക്രൂസിൽ തന്നെ ആയിരുന്നു. ബൊഫേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരുന്നത് ബിരിയാണി റൈസും പിന്നെ ചിക്കനും എടുത്തു, ബീഫും എടുത്തു, കുറച്ച് സാലഡും എടുത്തിരുന്നു കേട്ടോ. ഫുഡ് കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഇതാട്ടോ നമ്മുടെ ക്രൂസിൻ്റെ ഒരു നൈറ്റ് വ്യൂ. എൻട്രി എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത് ഈ സമയത്ത് എടുക്കുന്നത്. നമ്മൾ ഈ ക്രൂസിലാണ് ഇന്നിവിടെ മൊത്തം കറങ്ങിയത് കേട്ടോ. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, വയറ്